ഹലോ നമസ്കാരം IWCampusലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ ആക്റ്റീവ് ഡയറക്ടറി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഇതൊരു ആക്റ്റീവ് ഡയറക്ടറി ഡിവൈസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് വേറൊരു വിൻഡോസ് സെർവർ ഉണ്ട്. വിൻഡോസിൻ്റെ ഒരു PC ഉണ്ട്, വിൻഡോസ് 10 എന്ന് പറഞ്ഞ്. ഇത് ആക്റ്റീവ് ഡയറക്ടറിയിലുള്ളൊരു ഡിവൈസ് അല്ല. നമുക്ക് ഈ ഒരു PC നമുക്ക് ആക്റ്റീവ് ഡയറക്ടറിയിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വർക്ക് ഗ്രൂപ്പ്. അപ്പോൾ ഈ വർക്ക് ഗ്രൂപ്പ് എന്താണ്, ആക്റ്റീവ് ഡയറക്ടറി എന്താണ് എന്നൊരു ചോദ്യം വരില്ലേ? ശരിക്കും പറഞ്ഞാൽ വർക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ വർക്ക് ഗ്രൂപ്പിനകത്ത് ജനറലി അപ് ടു 20 ഡിവൈസ് വരെ നമുക്ക് ഒരു വർക്ക് ഗ്രൂപ്പിനകത്ത് വരാൻ പാടുള്ളൂ. അതാണ് മാക്സിമം വിൻഡോസ് സപ്പോർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ആക്കി ഇടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ ഒരു വർക്ക് ഗ്രൂപ്പ് ബൈ ഡിഫോൾട്ടായിട്ട് ക്രിയേറ്റ് ആവുന്നതാണ് വിൻഡോസിൻ്റെ തന്നെ. വൺസ് ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ നമുക്ക് പേരൊക്കെ മാറ്റുകയൊക്കെ ചെയ്യും. വർക്ക് ഗ്രൂപ്പിൻ്റെ പേരോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാം. അതുപോലെ ഇവിടെ PC-യുടെ പേരും വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് ഗ്രൂപ്പിലുള്ള ഡിവൈസുകൾ ഓരോന്നും ഇൻഡിവിജ്വലായിട്ടുള്ള ഡിവൈസുകളാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ലോക്കൽ യൂസേഴ്സാണ് മിക്കവാറും ഉള്ളത്. അപ്പം നമുക്ക് ഒരു 100 PC ഉണ്ട്. ആ 100 PCക്കകത്ത് നമുക്ക് നമ്മൾ യൂസേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്കിപ്പം 100 പേർക്ക് ഒരു 100 PC അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓരോരുത്തർ ഏത് PC-യാണ് യൂസ് ചെയ്യുന്നത് അത് അസൈൻ ചെയ്യണം. അതുപോലെ നമ്മൾ അഡ്മിൻ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ കൊടുക്കുന്ന യൂസേഴ്സ് എല്ലാം സാധാരണ സ്റ്റാൻഡേർഡ് യൂസേഴ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് ഒരു അഡ്മിൻ പ്രിവിലേജ് ഉണ്ടായിരിക്കില്ല, സാധാരണ ഒരു പ്രിവിലേജ് ആയിരിക്കും ഉള്ളത്. അപ്പം നമ്മൾ പോയിട്ട് ഓരോ PC-യിലും നമ്മൾ പ്രത്യേകം അഡ്മിൻ പ്രിവിലേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് തന്നെ ഒരു യൂസർ നെയിമും പാസ്വേഡും ഈ 100 PC-യിലും ക്രിയേറ്റ് ചെയ്ത് വേണം വർക്കൗട്ട് ചെയ്യാനായിട്ട്. സോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഈ ഡിവൈസുകളും യൂസേഴ്സിനെയും ഒക്കെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പം പിന്നെ ഈ വർക്ക് ഗ്രൂപ്പിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് 20 പറ്റുള്ളൂ. 20 കൂടുതലാണെന്നുണ്ടെങ്കിൽ എറർ അടിക്കും. നമുക്ക് ആ വർക്ക് ഗ്രൂപ്പിൽ ആ ഒരു ഡിവൈസ് കണക്റ്റ് ആകുമ്പോൾ തന്നെ എറർ കാണിക്കും. അതായത് മാക്സിമം ത്രെഷോൾഡ് ആയിട്ടുണ്ട്, ഇനിയും ഈ ഒരു വർക്ക് ഗ്രൂപ്പിൻ്റെ അകത്ത് പറ്റില്ല എന്ന് പറഞ്ഞ്. സോ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരും നമുക്ക് ഈ ഒരു ഇത് വരുമ്പോൾ. അതേസമയം നമുക്ക് ആക്റ്റീവ് ഡയറക്ടറിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനെ കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് മാനേജ് ചെയ്യാം. യൂസേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അവർക്ക് ഏത് ഡിവൈസിൽ നിന്ന് വേണമെങ്കിലും ഒതൻറ്റിക്കേറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ 100 PC അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ 100 PC-യിൽ ഏത് PC-യിൽ വേണമെങ്കിലും ആ 100 യൂസേഴ്സിനും ആക്സസ് ചെയ്യാൻ പറ്റും, ഒതൻറ്റിക്കേറ്റ് ചെയ്യാം. അഡ്മിനിസ്ട്രേറ്ററിനും വേറെ പ്രശ്നമില്ല. അഡ്മിനിസ്ട്രേറ്ററിൻ്റെ സെയിം യൂസർ നെയിം വെച്ചുകൊണ്ട് എല്ലായിടത്തും ലോഗിൻ ചെയ്ത് അഡ്മിനിസ്ട്രേറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യാൻ പറ്റും ആ ഒരു കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. ഇതിപ്പോൾ 100 എന്ന് പറഞ്ഞ ചെറിയൊരു നമ്പറാണ്. നമ്മളൊരു വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ നോക്കുവാണെങ്കിൽ 10,000, 20,000, 1,00,000 PC ഒക്കെ വരുന്ന ഒരു കേസ് ചിന്തിച്ച് നോക്ക്. അതിൻ്റെ അകത്തെല്ലാം ഒരു ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ PCക്കകത്തെല്ലാം ഏതെങ്കിലും ഒരു പോളിസി, ഇപ്പം USB ഡ്രൈവ് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഒരു പോളിസി ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 1,00,000 PC-യിലും പോയിട്ട് എങ്ങനെയാണ് ഈ USB ഡ്രൈവ് ബ്ലോക്ക് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നത്? ഒട്ടും പോസിബിൾ അല്ല, അല്ലേ? സോ അങ്ങനെയൊക്കെയുള്ള കേസുകൾ വരുമ്പോഴാണ് നമ്മൾ ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൻ്റെ ഒരു ഉപയോഗം നമുക്ക് അവിടെ വരുന്നത്. സോ അതാണ് ഈ ആക്റ്റീവ് ഡയറക്ടറിയും വർക്ക് ഗ്രൂപ്പും തമ്മിലുള്ള മെയിനായിട്ടുള്ളൊരു ഡിഫറൻസ്. ആക്റ്റീവ് ഡയറക്ടറിയിൽ ഓൾമോസ്റ്റ് അൺലിമിറ്റഡ്, അവർ പറയുന്നത് വെച്ചാൽ ഓൾമോസ്റ്റ് 20 ബില്യൺ ഐറ്റംസ് നമുക്ക് ആക്റ്റീവ് ഡയറക്ടറി വെച്ച് മാനേജ് ചെയ്യാം. അതായത് ബില്യൺസ് ആണ് അവർ പറയുന്നത്. സോ ബില്യൺ എന്ന് പറയുമ്പോൾ തന്നെ ചിന്തിക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്രയും ബില്യൺസ് ഉള്ള ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത്രയും കാണുമെന്ന്. അപ്പം ഇനി ഭാവിയിൽ വന്നാൽ ഉണ്ടായിരിക്കും, അറിയില്ല. എന്നാലും നിലവിൽ അങ്ങനെ ഒരു കമ്പനി കാണാൻ ചാൻസ് വളരെ കുറവാണ്, അത്രയും ഡിവൈസുകളുള്ളൊരു കമ്പനി. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് സെൻട്രലൈസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ സെക്യൂരിറ്റിയാണ്. കാരണം ഇവരുടെ ഒക്കെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് അതാത് PC-കളിലല്ല. ഇതെല്ലാം സെൻട്രലൈസ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഡൊമൈൻ കൺട്രോളറിലാണ് ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു PC-യിലോട്ട് ഒരാൾക്ക് ജസ്റ്റ് ഹാക്ക് ചെയ്ത് കയറുന്നതോ അല്ലെങ്കിൽ ഒരാളുടെ പാസ്വേഡ് അടിച്ചു മാറ്റാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല, വളരെ പാടാണ്. അതേപോലെ തന്നെ നമുക്ക് PC-കളിൽ ലോക്കൽ യൂസേഴ്സിനെ നമുക്ക് ഡിസേബിൾ ചെയ്തിടാനും അങ്ങനെയൊക്കെയുള്ള കുറേ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ സെക്യൂർ ആക്കി മാനേജ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ അതാണ് ഈ ഒരു വർക്ക് ഗ്രൂപ്പും ഡൊമൈനും തമ്മിലുള്ളൊരു വ്യത്യാസം. അന്നേരം നമുക്ക് ഇനിയും ഈ ഒരു ഡൊമൈനിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം ഡൊമൈൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡൊമൈനിൻ്റെ അകത്ത് ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം.